പ്രൈസ് ദി ലോർഡ്. എല്ലാ കുഞ്ഞുങ്ങളും സന്തോഷമായിരിക്കുന്നല്ലോ. കഴിഞ്ഞ ആഴ്ചത്തെ പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ ആൻസറൊക്കെ കണ്ടുപിടിച്ചു, ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചു, മനഃപാഠവാക്യം പഠിച്ചു. എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് പഠിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത്, ഈ പാഠങ്ങളിലൊക്കെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്. 1800 വർഷങ്ങളിൽ ഇസ്രായേൽ എങ്ങനെ ആയിരുന്നു എന്നുള്ളതും, ഇസ്രായേൽ 1948 ഒരു രാഷ്ട്രമായി തീർന്നതിനെക്കുറിച്ച് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ്. അല്ലെങ്കിൽ അത് 1948 ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായ ശേഷം തുടർന്നുണ്ടായതായ ഇസ്രായേലിൻ്റെ വളർച്ച, അതിൻ്റെ മുമ്പോട്ടുള്ളതായ ഭാവിയെക്കുറിച്ച് അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അങ്ങനെ ഒന്ന് രണ്ടോ കാര്യം കൂടാണ് നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. 37ാമത്തെ പാഠമാണ് പാഠപുസ്തകത്തിലെ ഇസ്രായേലിൻ്റെ തളിർപ്പ് എന്ന ഹെഡിങ്ങോടുകൂടിയുള്ള പാഠം നമുക്ക് പഠിക്കാം. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം, ലോകത്തിൽ അനേക രാഷ്ട്രങ്ങളുണ്ട്. അതിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതി പ്രകാരമുള്ള ഒരു രാഷ്ട്രം എന്ന നിലയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ രാഷ്ട്രമായിട്ട് സ്ഥാപിക്കപ്പെട്ട, അതായത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷമായിട്ട് AD 70 ഇസ്രായേൽ പീഡിപ്പിക്കപ്പെട്ട് പല സ്ഥലങ്ങളിലേക്ക് ചിതറപ്പെട്ടു പോയി. അതിനുശേഷമായിട്ട് AD 1948 ആണ് വീണ്ടും ഇസ്രായേൽ ഒരു രാഷ്ട്രമായി തീർന്നത്. അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ മുഖാന്തരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. 1948 മെയ് 14 ആയിരുന്നു അതിൻ്റെ രാഷ്ട്രമായിട്ട് അത് പ്രഖ്യാപിക്കുവാനിടയായി തീർന്നത്. പിന്നീട് അന്ന് മുതൽ അതിൻ്റെ വളർച്ച വളരെ അത്ഭുതാവഹമാണ്, വളരെ അത്ഭുതകരമായ നിലയിൽ. സാധാരണ ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ചയെക്കാളും ശ്രേഷ്ഠമായ നിലയിലാണ് ചെറിയൊരു രാഷ്ട്രമായ ഇസ്രായേൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർത്തമാന കാലത്ത് അതെങ്ങനെയായിരിക്കുന്നുവെന്നും അതിൻ്റെ ഭാവി എന്താണ്, അതെങ്കിൽ അത് കർത്താവിൻ്റെ മടങ്ങിവരവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെ കുറിച്ച് എന്താണ് പഠിക്കുവാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവവചനത്തിൽ യഹൂദനെക്കുറിച്ച്, ഇസ്രായേലിനെക്കുറിച്ച് പല നിലയിൽ സാദൃശ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം. യഹൂദനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ മുന്തിരി എന്ന നിലയിൽ, ഒലിവ് മരം എന്ന നിലയിൽ, അത്തി എന്ന നിലയിലൊക്കെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. ഇസ്രായേൽ രാഷ്ട്രത്തെ സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ്. മുന്തിരിയോട് സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്, ഒലിവ് മരത്തോട് സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്, അത്തി എന്ന വൃക്ഷത്തോടും ഇസ്രായേലിനെ സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു ലോകത്തിലായിരുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ നാശത്തിൻ്റെ ഒരു ആരംഭം എന്ന നിലയിലാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടി, യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതോടുകൂടി ഇസ്രായേലിൻ്റെ ഒരു നാശം തുടങ്ങുകയായിരുന്നു. ഇസ്രായേലിൻ്റെ ഒരു നാശത്തിൻ്റെ ആരംഭമായിട്ട് യേശു അത്തിയെ ശപിച്ചതും അത് ഉണങ്ങിപ്പോകാനിടയായതും മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് മുമ്പ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് മുമ്പായിട്ട് ഈ അത്തി തളിർക്കും. അത്തി യഹൂദനെ കാണിക്കുകയാണ്. അത്തി തളിർത്തു വരും, അല്ലെങ്കിൽ വീണ്ടും അത് കിളിച്ചു വരും എന്ന് യേശു, അല്ലെങ്കിൽ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് യേശു പഠിപ്പിക്കാനിടയായത്. എന്ന് പറഞ്ഞാൽ ചിതറപ്പെട്ടു പോകുന്ന ഈ ഇസ്രായേൽ യഹൂദന്മാർ യേശുക്രിസ്തു മടങ്ങി വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് തളിർക്കും, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടും, അവർ വീണ്ടും ഒരു രാഷ്ട്രമായിട്ടൊക്കെ മാറും എന്ന് യേശുക്രിസ്തു ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യേശു തൻ്റെ പ്രഭാഷണത്തിൽ ഓർപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ രണ്ടാമത്തെ വരവിനെ സംബന്ധിച്ച് യേശുക്രിസ്തു നടത്തിയ ഒരു പ്രഭാഷണമാണ് മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഒലിവ് മല പ്രഭാഷണമെന്നാണ് അറിയപ്പെടുന്നത്. ആ ഒലിവ് മല പ്രഭാഷണത്തിൽ
ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ തൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 32-ഉം 33-ഉം വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അപ്പോൾ അത്തി യഹൂദനെ സദൃശ്യപ്പെടുത്തി പറയുന്നത് ഞാൻ ആദ്യം ഓർപ്പിച്ചു. കർത്താവ് പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പ് ഇളയതായി ഇല തളർത്തിരിക്കുന്നത് കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ വാതിക്കലായിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ യഹൂദനെക്കുറിച്ചുള്ള, ഇസ്രായേലിനെക്കുറിച്ചുള്ള പ്രവചനം എന്ന നിലയിൽ നമുക്ക് കാണുവാൻ സാധിക്കും, കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് യഹൂദൻ എന്ന് പറയുന്ന അത്തി തളിർക്കും. അത് യേശുവിൻ്റെ വരവിന് ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അത്തി തളിർത്തതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് 1948 ആയപ്പോഴേക്കും ഉണങ്ങിപ്പോയിരുന്ന അത്തി 1948 അത് ചെറുതായിട്ട് തളിർക്കുവാനായിട്ട് തുടങ്ങി. ആ തളിർത്ത ഇസ്രായേൽ രാഷ്ട്രം പെട്ടെന്ന് തന്നെ തൻ്റെ ശത്രുക്കളോടൊക്കെ ജയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേലിൻ്റെ ശത്രുക്കളുടെ മേലുള്ള ജയത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമായപ്പോൾ വളരെ ചെറിയൊരു രാഷ്ട്രമാണ്. ആ ചെറിയ രാഷ്ട്രം രൂപീകൃതമായ ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിന് ചുറ്റുമുള്ളതായ അനവധി രാഷ്ട്രങ്ങൾ, അറബ് രാഷ്ട്രങ്ങൾ, മറ്റ് നിരവധി രാഷ്ട്രങ്ങളും വളരെ ശക്തമായിട്ട് ഈ രാഷ്ട്രത്തോട് എതിർക്കുവാനിടയായി തീർന്നു. എങ്ങനെയും ഇസ്രായേലിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ അത് വളരാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇസ്രായേലിനെ അറബ് രാഷ്ട്രങ്ങളും മറ്റ് രാഷ്ട്രങ്ങളും എല്ലാം വളരെ ശക്തമായിട്ട് എതിർക്കുവാനിടയായി തീർന്നു. അനേക എതിർപ്പുകളെ ഇവർ നേരിടേണ്ടതായിട്ട് വന്നു. 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമായത്. ആ 1948 തന്നെ ഈജിപ്റ്റ്, ജോർദാൻ, സിറിയ, ലെബനോൻ എന്നീ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തെങ്കിലും അറബികൾ പരാജയമേൽക്കേണ്ടി വന്നു. ദൈവം തേനീച്ചകളെ അയച്ച് അവരെ ഓടിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ 1948 ഒരു രൂപീകൃതമായ ആ സമയത്ത് തന്നെ ഈ രാഷ്ട്രങ്ങളൊക്കെ, ഈജിപ്റ്റ്, ജോർദാൻ, സിറിയ, ലെബനോൻ, ഈ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. പക്ഷേ അവർ തോൽക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം 8 വർഷം കഴിഞ്ഞപ്പോൾ 1956 സീനായി യുദ്ധം എന്ന പേരിൽ ഒരു യുദ്ധം നടക്കുവാനിടയായി തീർന്നു. ആ യുദ്ധത്തിൽ ഈജിപ്റ്റും കൂട്ടരും തോൽപ്പിക്കപ്പെട്ടു. ഇസ്രായേലോടെയും ജയിക്കുവാനിടയായി തീർന്നു. തുടർന്ന് 1967 ഈജിപ്തിൻ്റെ ഒരു ഏകാധിപതിയായിരുന്ന, അപ്പോൾ തന്നെ ഐക്യ അറബി റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന നാസർ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, ആ നാസർ എല്ലാ അറബി രാഷ്ട്രങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് റഷ്യ മുതലായ രാജ്യങ്ങളുടെ സഹായത്തോടുകൂടെ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. ശ്രദ്ധിക്കണം, നാസർ എന്ന് പറയുന്ന ഈജിപ്തിലെ ഏകാധിപതിയായ ഭരണാധികാരി താൻ അപ്പോൾ തന്നെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിരിക്കുമ്പോൾ തന്നെ ഐക്യ അറബി റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു. അദ്ദേഹം ഈ അറബി രാഷ്ട്രങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് റഷ്യ മുതലായ രാജ്യങ്ങളുടെ സഹായത്തോടുകൂടി ഈ ഇസ്രായേലിനെ ഇല്ലാതാക്കണമെന്നുള്ള താല്പര്യത്തോടെ, മുടിച്ചു കളയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരെ എല്ലാം ആഹ്വാനം ചെയ്ത് ഇസ്രായേലിനെതിരെ തിരിയുവാനിടയായിത്തീർന്നു. 83-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: വരുവീൻ നാം ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം അവരെ മുടിച്ചു കളയുക എന്ന ഒരു പ്രവചനവാക്യം 83-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ വാക്യം പോലെ തന്നെ ഈ നാസർ അതേ വാക്യം ഉദ്ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതേ ആശയത്തോടു കൂടി ഇസ്രായേലിനെ ഇനിയൊരു രാഷ്ട്രമായിട്ടിരിക്കാതെ തന്നെ അതിനെ മുടിച്ചു കളയാൻ നമുക്ക് എന്ന് പറഞ്ഞ് അറബ് രാഷ്ട്രങ്ങളും റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ഇസ്രായേലിനെതിരെ കടന്നു വരികയും ആ ആഹ്വാനത്തോടനുസരിച്ച് അക്വാബ ഉൾക്കടൽ അടയ്ക്കുകയും അറബികളുടെ വലിയൊരു വൻപിച്ച സൈന്യം രംഗത്തിറങ്ങുകയും ചെയ്തു. അങ്ങനെ
6 ദിവസത്തെ ഒരു യുദ്ധം നടക്കുവാനിടയായത്. അത് ചരിത്രപ്രസിദ്ധമായ ഒരു യുദ്ധമാണ്. നാസർ എന്ന് പറയുന്ന ഏകാധിപതിയായ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ, ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ അറബി രാഷ്ട്രങ്ങളും റഷ്യയുടെയൊക്കെ സഹായത്തോടു കൂടി ഇസ്രായേലിനെ മുടിച്ചു കളയുവാനായിട്ട് ആഗ്രഹിച്ച് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. 1967 ഇത് നടക്കുന്നത്. 1967 6 ദിവസത്തെ യുദ്ധമാണിത്. എന്നാൽ യുദ്ധം തുടങ്ങി ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അറബികളുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ ഇസ്രായേൽ തകർക്കുവാനിടയായി തീർന്നു. എന്നിട്ട് അറബികളുടെ ശക്തി കേന്ദ്രങ്ങളെ തകർക്കുകയും സൈനികരെ നിഷ്ക്രിയരാക്കുകയും ചെയ്തു. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത നിലയിൽ അവർ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഇസ്രായേൽ ഒരു വിജയത്തിലേക്ക് എത്തുവാൻ ഇടയായി തീർന്നു. 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും, യുദ്ധം തുടങ്ങി 4 ദിവസം കൊണ്ട് യെരുശലേം നഗരം മുഴുവനും, യോർദാൻ്റെ പടിഞ്ഞാറേ ഭാഗം, സൂയസ് തോടിൻ്റെ കിഴക്കേ തീരം വരെയുള്ള ഗാസ, സീനായ് പ്രദേശങ്ങൾ, ഇതെല്ലാം ഇസ്രായേലിന് അധീനമായി. അറബി രാഷ്ട്രങ്ങൾ ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നതാണെന്നാൽ 4-ാമത്തെ ദിവസമായപ്പോഴേക്കും ഇസ്രായേൽ യുദ്ധത്തിൽ ശക്തമായി ഇവരോട് തിരിച്ചടിച്ചുകൊണ്ട് വിജയിച്ചുകൊണ്ട് യെരുശലേം നഗരം, യോർദാന് പടിഞ്ഞാറുള്ളതായ ഭാഗം, സൂയസ് തോടിൻ്റെ കിഴക്കേ തീരം, അതുപോലെ തന്നെ ഗാസ, സീനായ് പ്രദേശങ്ങളൊക്കെ ഇസ്രായേലിന് അധീനമാകാനിടയായി തീർന്നു. 5-ാം ദിവസമായ 1967 ജൂൺ 9-ാം തീയതി നാസർ പരാജിതനായിട്ട് താൻ രാജിവെക്കുവാനിടയായി തീർന്നു. യുദ്ധത്തിൽ തോറ്റോടുകൂടി അദ്ദേഹം രാജിവെച്ചു, ഭരണാധികാരി സ്ഥാനം രാജിവെക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ 6 ദിവസത്തെ യുദ്ധം ഇസ്രായേലിന് വൻപിച്ച വിജയം നേടിക്കൊടുക്കുകയായിരുന്നു. 1967 കാര്യമാണ് നമ്മൾ പറയുന്നത്. 1967, അതായത് ഇപ്പോൾ 2020 ആണല്ലോ. 20-ഉം ഏകദേശം 50 വർഷത്തിന് മുമ്പുള്ളതായ ചരിത്രമാണ്. 50 വർഷത്തെ 67 നടന്നതായ 53 വർഷം മുമ്പ് നടന്ന 6 ദിവസത്തെ ഒരു യുദ്ധത്തിൽ ഇസ്രായേൽ ശക്തമായ നിലയിൽ ശത്രുസൈന്യത്തെ തോൽപ്പിക്കുകയും നല്ല നിലയിൽ ഒരു വിജയം നേടുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ മറ്റുള്ള രാഷ്ട്രത്തലവന്മാരൊക്കെ ഈ ഇസ്രായേൽ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ മടക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇസ്രായേൽ അതിന് വഴങ്ങിക്കൊടുത്തില്ല. അവർ പറഞ്ഞു ഇല്ല എന്ന നിലയിൽ തന്നെ ശക്തമായിട്ട് തന്നെ നിൽക്കുവാൻ ഇടയായി തീർന്നു. അപ്പം ഇസ്രായേൽ ഇപ്പോൾ ചെറിയൊരു രാഷ്ട്രമായിട്ട് 1948, അതായത് ഒരു 72 വർഷങ്ങൾക്ക് മുമ്പ്, 72 വർഷമേ ആയുള്ളൂ ഇസ്രായേൽ ഒരു രാഷ്ട്രം എന്ന നിലയിലായിട്ട്. എന്നാൽ ആ 72 വർഷം കൊണ്ട് തന്നെ ഇന്നത്തെ നിലയിൽ ഇസ്രായേൽ ഒരു ശക്തമായ രാഷ്ട്രമായിട്ട് മാറുവാനിടയായി തീർന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 1976 അറബി ഗറില്ലകൾ ഇസ്രായേലിൻ്റെ ഒരു വിമാനം തട്ടിക്കൊണ്ടുപോയി. ഏകദേശം 106 യാത്രക്കാർ, ഇസ്രായേലിയരെ വിമാനം തട്ടിക്കൊണ്ട് ഉഗാണ്ട എന്ന സ്ഥലത്തേക്ക് വിമാനം റാഞ്ചിക്കൊണ്ട് പോയിട്ട് അവിടെ കൊണ്ടു ചെന്നിട്ട് ഇസ്രായേലിലുള്ളതായ പാലസ്തീൻ തടവുകാരെയൊക്കെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഈ യാത്രക്കാരെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു ഇസ്രായേലിൻ്റെ വിമാനം തട്ടിക്കൊണ്ടു പോകാനിടയായി തീർന്നു. അത് ഉഗാണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ ലാൻഡ് ചെയ്തിട്ട് 1976 ജൂലൈ മാസം നടന്ന സംഭവമാണത്. ഇസ്രായേലി വിമാനത്തിലെ യാത്രക്കാരെ അവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ വളരെ ബുദ്ധിപരമായ രീതിയിൽ ഇസ്രായേലിയ സൈന്യം ഈ യാത്രക്കാരെ മുഴുവനും രക്ഷിക്കുന്ന നിലയിൽ ഒരു ശക്തമായ ആക്രമണം നടത്തി. ഉഗാണ്ടയിൽ ഇവർ പിടിച്ചു വച്ചിരുന്നതായ 106 യാത്രക്കാരിൽ 102 പേരെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുവാനായിട്ട് ഇടയായി തീർന്നു. അതാണ് നമ്മൾ ഈ പുസ്തകത്തിൽ വായിക്കുന്ന അറബി ഗറില്ലകൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1976 സംഭവമാണത്, തട്ടിക്കൊണ്ടുപോയി ഉഗാണ്ടയിലെത്തിച്ച ഇസ്രായേലിയ വിമാനത്തിലെ യാത്രക്കാരെ അവിടെ നിന്ന് രക്ഷിച്ച ഇസ്രായേലിയ വൈമാനികരുടെ സാമർത്ഥ്യം ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. സാധാരണ നിലയിൽ ബുദ്ധിമുട്ടായ ഒരു സംഭവമായിരുന്നു അത്. എന്നാൽ ഇസ്രായേലി വൈമാനികർ ഈ യാത്രക്കാരെ മുഴുവനും രക്ഷിച്ചു. 4 പേരെ കൊല്ലപ്പെടുവാനിടയായിത്തീർന്നു. ബാക്കിയുള്ളവരെ രക്ഷിച്ച സംഭവം ലോകത്തിൽ അവരുടെ സാമർത്ഥ്യം ശക്തമായിട്ട് അത് അംഗീകരിക്കപ്പെടുവാനിടയായിത്തീർന്നു. ഇതെല്ലാം കാരണം
ഇസ്രായേൽ ഇങ്ങനെ തളർത്തു വരുമെന്നും ശക്തമായ ഒരു നിലയിൽ വരുമെന്നുള്ളത് ദൈവത്തിൻ്റെ മുന്നമേയുള്ള പദ്ധതിയായതുകൊണ്ട് ദൈവത്തിൻ്റെ കരം എപ്പോഴും അവരോടുകൂടെ ഉണ്ടായിരുന്നു. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ യോവേലിൻ്റെ പ്രവചനത്തിൽ യോവേൽ പ്രവാചകൻ പറയുന്നത് പോലെ ഇസ്രായേൽ ഇന്ന് ഒരു വലിയ ഐശ്വര്യ സമൃദ്ധിയുള്ള ഒരു രാഷ്ട്രമായിട്ടാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ചരിത്ര പുസ്തകങ്ങളിൽ പഠിക്കുകയും അല്ലെങ്കിൽ വായിക്കുകയൊക്കെ ചെയ്യണം. ഇസ്രായേലിനെ കുറിച്ച് കാണുന്ന ലേഖനങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മരുഭൂമി ഒരു ഉദ്യാനമായി തീരും എന്ന പ്രവചനത്തിന് നിവൃത്തി എന്ന വണ്ണം ഏതാനും വർഷങ്ങൾക്കപ്പുറം ശൂന്യമായി കിടന്ന ഒരു സ്ഥലം, മരുഭൂമി പോലെ പ്രദേശമായി കിടന്നിരുന്ന ആ ഇസ്രായേൽ ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലം ഇപ്പോഴത്തെ നിലയിൽ ഒരു മനോഹരമായ ഒരു കൃഷി സ്ഥലങ്ങളാക്കി അവർ മാറ്റുവാനിടയായിത്തീർന്നു. ഗോതമ്പ്, യവം, അതുപോലെ പഴവർഗ്ഗങ്ങളൊക്കെ ധാരാളമായിട്ട് ഇസ്രായേൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു, ഇസ്രായേലിൻ്റെ നീളവും വിസ്തൃതിയൊക്കെ നമ്മൾ പഠിച്ചു. വളരെ ചെറിയ ഒരു രാഷ്ട്രമാണ്. വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഇസ്രായേലിന് ഉള്ളൂ. എന്നാൽ ആ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഗോതമ്പ്, യവം, പഴവർഗ്ഗങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുകയാണ്. ഇസ്രായേലിൽ നിന്ന് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് അവർ കയറ്റുമതി ചെയ്യത്തക്ക നിലവാരത്തിൽ അവരുടെ കൃഷിയിടങ്ങളെ ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ സാധാരണ നിലയിൽ ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ജലശേഖരണ പദ്ധതി, ശുദ്ധജല വിതരണം, അതുപോലെ തന്നെ ഭവന നിർമ്മാണം, വാണിജ്യം, വ്യവസായം, നഗര സംവിധാനം, യാത്രാ സൗകര്യങ്ങൾ എന്നിവയിലൊക്കെ മാത്രമല്ല സൈനിക ശക്തിയിലും ശാസ്ത്ര വിജ്ഞാനത്തിലുമൊക്കെ മറ്റ് വൻകിട ലോകരാഷ്ട്രങ്ങളെ പോലും അതിശയിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്യത്തക്കവണ്ണം ഇസ്രായേൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. മനസ്സിലാക്കണം, ചെറിയൊരു രാഷ്ട്രമാണെങ്കിലും കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിലും ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാനായിട്ട് പല പ്രാവശ്യം ശ്രമിച്ചിട്ടും അവയുടെ എല്ലാം നടുവിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ശക്തമായി നിന്നുകൊണ്ട് കൃഷികാര്യങ്ങളിൽ, അതുപോലെ ഇപ്പോൾ ഞാൻ ഓർപ്പിച്ച ജലശേഖരണ പദ്ധതി, ശുദ്ധജല വിതരണ പദ്ധതി, അതുപോലെ ഭവന നിർമ്മാണം, വാണിജ്യം, വ്യവസായം, നഗര സംവിധാനം, യാത്രാ സൗകര്യങ്ങൾ എന്ന കാര്യങ്ങളിൽ, അതുമാത്രമല്ല സൈനിക ശക്തി എന്ന നിലയിൽ വലിയ വലിയ വൻകിട രാഷ്ട്രങ്ങളെ സഹായിക്കുന്ന നിലയിൽ, വൻകിട രാഷ്ട്രങ്ങളെ സൈനികമായി സഹായിക്കുന്ന നിലയിലൊക്കെ ഇസ്രായേൽ ഇന്ന് എന്ത് ചെയ്തു? വളർന്നു വരുവാനിടയായി തീർന്നു. ഈ അത്തിയായ ഇസ്രായേൽ തളിർത്തിരിക്കുകയാണ്. ഇത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് മുമ്പ് അങ്ങനെ തളിർക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ ഇങ്ങനെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളിലെ ഓരോ സംഭവങ്ങളും യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ വിളിച്ചറിയിക്കുന്നതാണ്. കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ സൺഡേ സ്കൂളിൻ്റെ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവിൻ്റെ മടങ്ങിവരവിൽ നമ്മളെല്ലാവരും ചേർക്കപ്പെടണമെന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കുവാനായിട്ടാണ് ഈ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് സാധിക്കേണ്ടത്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്ത്യ പോലെയോ പാകിസ്ഥാൻ പോലെയോ അല്ലെങ്കിൽ അമേരിക്ക പോലെയോ ഉള്ള ഒരു രാഷ്ട്രമായി മാത്രം നമ്മൾ ചിന്തിക്കുകയല്ല. ഇസ്രായേൽ ലോകത്തിലെ ആൾക്കാർ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ നമുക്ക് ദൈവവചനം പഠിച്ചതായ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇസ്രായേൽ ഒരു സാധാരണ രാഷ്ട്രമല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ്. യഹൂദ ജനം ദൈവത്തിൻ്റെ മക്കളാണ്. അവർ യേശുവിനെ ക്രൂശീകരണ സമയത്ത് യേശുവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട്, ദൈവപുത്രനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവം അവരെ കുറേ കാലത്തേക്ക് തള്ളിക്കളഞ്ഞു. എന്നാൽ തള്ളിക്കളയുമ്പോൾ തന്നെ യേശു പറയുന്നുണ്ട്, അത്തി തളിർക്കും, അതിൻ്റെ ഇലകൾ ഇളയതായി തളിർത്തു വരുവാനിടയായി തീരും. ആ സമയം നിങ്ങൾ മനസ്സിലാക്കണം, വേനലെടുത്തു അല്ലെങ്കിൽ അവൻ വാതുക്കലെത്തി. കർത്താവിൻ്റെ വരവിന് മുന്നോടിയായി നടക്കുന്ന ചില സംഭവങ്ങളുടെ ബന്ധത്തിൽ അത്തി തളിർക്കും, അല്ലെങ്കിൽ ഇസ്രായേൽ അത്തി എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഇസ്രായേൽ ശക്തമായി വരുവാനിടയായി തീരും. 2000 വർഷം മുമ്പ് യേശുക്രിസ്തു പറഞ്ഞ വാചകങ്ങൾ നമ്മുടെ ഈ തലമുറയിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ തലമുറയിൽ ഇസ്രായേലിൻ്റെ വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ രാഷ്ട്രമായിട്ട് അതിനെ മാറിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ കൃഷി കാര്യങ്ങളിൽ, സൈനിക കാര്യങ്ങളിൽ, ശാസ്ത്ര മേഖലകളിൽ, എല്ലാ മേഖലകളിലും
ഇസ്രായേലിനെ മാറ്റി നിർത്താൻ സാധിക്കാത്ത നിലയിൽ ഇസ്രായേൽ വളരുവാനിടയായി തീർന്നു. അവരോട് യുദ്ധം ചെയ്യുമ്പോൾ, അവരൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവരോട് യുദ്ധം ചെയ്യുന്ന അനേക രാഷ്ട്രങ്ങൾ ഒരുമിച്ച് യുദ്ധം ചെയ്തപ്പോഴും അവരാണ് വിജയിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അനേക രാഷ്ട്രങ്ങളുടെ വിമാനങ്ങളൊക്കെ തട്ടിക്കൊണ്ട് റാഞ്ചിക്കൊണ്ട് പോകുന്നിടത്ത് അവർക്കതിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ ഇവരുടെ വിമാനം റാഞ്ചിക്കൊണ്ട് പോയത് അവർ വളരെ ശക്തമായ ഒരു ഓപ്പറേഷനിലൂടെ അതിലെ ആൾക്കാരെ സുരക്ഷിതമായിട്ട് രക്ഷിച്ചുകൊണ്ട് വരുവാനിടയായി തീർന്നു. ഇതിൻ്റെ എല്ലാം കാരണം ദൈവത്തിൻ്റെ കരം അവരോട് കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ പാഠം പഠിക്കുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. അത്തി എന്ന നിലയിൽ ഇസ്രായേൽ തളർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവ്, യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം ആസന്നമായിരിക്കുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ഇസ്രായേലിൻ്റെ മുമ്പോട്ടുള്ള ഭാവിയെക്കുറിച്ചുമൊക്കെ നമ്മൾ അടുത്ത ആഴ്ചയിൽ നമ്മൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇന്ന് പഠിച്ച പാഠങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സംഗ്രഹിച്ചു വെക്കാനായിട്ട് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഒലിവുമല പ്രഭാഷണത്തിൽ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞ നിലയിൽ, അത്തി എന്ന നിലയിൽ, ഒലിവുമരം, അത്തി, മുന്തിരി എന്ന നിലയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഇസ്രായേൽ അത്തി എന്ന നിലയിൽ ഇപ്പോൾ തളിർത്ത് നിൽക്കുന്ന സമയമാണ്. ശത്രുക്കളുടെ മേലൊക്കെ ജയമെടുത്ത് അവരോട് യുദ്ധം ചെയ്തതായ രാഷ്ട്രങ്ങളുടെ മേലൊക്കെ ജയമെടുത്ത് കാർഷിക മേഖലകളിലുമെല്ലാം സമൃദ്ധമായ നിലയിൽ നിൽക്കുന്ന ഇസ്രായേലിൻ്റെ തളർപ്പ് കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ഒരുങ്ങുവാനും നമുക്ക് സാധിക്കട്ടെ. ഈ ചോദ്യങ്ങൾ, പാഠപുസ്തകത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തണം, അത് പഠിക്കണം, അതെഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിനെ നിങ്ങൾ അറിയിക്കുവാനിടയായിത്തീരണം. ഇസ്രായേലിനെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അറിവുകളും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീരണം. ഇന്നത്തെ മനഃപ്പാഠവാക്യം റോമാലേഖനം 11-ാം അധ്യായം 11-12 വാക്യങ്ങളാണ്. സ്വല്പം വലിപ്പം ഉള്ള വാക്യമാണെങ്കിലും നിങ്ങൾ ആ വാക്യം പഠിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. റോമാലേഖനം 11-ാം അധ്യായം 11-12 വാക്യങ്ങൾ. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര അധികം. ഈ വാക്യം നിങ്ങൾ കാണാതെ പഠിക്കണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഈ പാഠം പഠിച്ചത് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മെ ഒരുങ്ങുവാനായിട്ടുള്ള ഒരു മുഖാന്തരമായിട്ടിവിടെ തീരണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇസ്രായേലിനെ കുറിച്ച് അതിന് ഇന്നത്തെ അവസ്ഥകളെക്കുറിച്ചൊക്കെ പഠിക്കുവാൻ കർത്താവ് ഞാൻ കൃപ തന്നതിനായി സ്തോത്രം. അങ്ങ് പറഞ്ഞിരിക്കുന്നത് പോലെ അങ്ങയുടെ വരവിൻ്റെ മുന്നോടിയായി ഇസ്രായേൽ ശക്തമായി ഒരു രാഷ്ട്രമായി തീരുമെന്ന് ഞങ്ങൾ തിരുവചനത്തിലൂടെ മനസ്സിലാക്കുന്നത് പോലെ അത് ഞങ്ങളുടെ ഈ തലമുറയിൽ ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.